As I'm on the red carpet of 24 Business Conclave, and I have a special guest with me, Mr. Sunny Thomas, the MD of Edumanical Golden Diamonds. Hi sir, how are you? വെരി ഫൈൻ. അപ്പോൾ ബിസിനസ് കോൺക്ലേവ് ആണ്. അപ്പോൾ ഇവിടെ പല സെക്ടേഴ്സിലുള്ള ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ബിസിനസ് ഐഡിയാസ് ഷെയർ ചെയ്യുന്നു. ഒരു ബിസിനസ് പേഴ്സൺ എന്ന നിലയിൽ എങ്ങനെയാണ് ഇത്തരം കോൺക്ലേവിലെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു എനർജി തന്നെ കിട്ടുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. അതിന് മെയിനായിട്ട് കാരണം നമ്മുടെ കേരളത്തിൽ ഒരുപാട് റിസോഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റാണ് നമ്മൾ. ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിലും എൻവയോൺമെൻറ്റ് ദൈവം തന്നിരിക്കുന്ന നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രിയാണ് നമ്മളിത്. അത് എങ്ങനെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ 2047 നമുക്ക് ഒരു നല്ല ഒരു രാജ്യം കെട്ടിപ്പടുത്താം എന്നുള്ള കാര്യമാണ് നമ്മൾ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി നല്ല ഒരു പ്രോഗ്രാമായിരുന്നു നടന്നത്. എഡുമണിക്കലിൻ്റെ ഒരു ബിസിനസ് ജേണി നോക്കുകയാണെങ്കിൽ എന്താണ്? ഇനിയിപ്പോൾ ഒരു പുതിയ ഇയറാണ്, 2024 സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഒരു ബിസിനസ് സ്ട്രാറ്റജീസ് എന്താണ്? അതുപോലെ നെക്സ്റ്റ് ഇയേഴ്സിലൊക്കെ എന്താണ്, എങ്ങനെയാണ് ബിസിനസ് കൊണ്ടുവന്ന് ആഗ്രഹിക്കുന്നത്? അപ്പോൾ എഡുമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്, അതുപോലെ എഡുമണിക്കൽ എഡ്ജ്. അപ്പം നമുക്ക് ഗോൾഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ബൈ ചെയ്യാനൊക്കെ ഒത്തിരി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ലൊരു പാട്ടും ഇപ്പം നമ്മുടെ ഗോൾഡിലാണ് ഇപ്പം സേവിങ്സ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ അത് ആൾക്കാർക്ക് കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ഓർണമെൻറ്റ്സും അവർക്ക് ഒരു കോൺഫിഡൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ എങ്ങനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ മെയിനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സെക്ടേഴ്സിലും ചലഞ്ചസ് ഉണ്ട്, നമ്മളത് ഫേസ് ചെയ്യുക, അതിന് ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറയുന്ന സെക്ടേഴ്സ് നോക്കുമ്പോൾ അവിടുത്തെ ഒരു ചലഞ്ചിങ് ഫാക്ടർ എന്താണ്? ചലഞ്ചിങ് ഫാക്ടേഴ്സ് ഇപ്പോൾ നമുക്ക് എങ്ങനെ ആൾക്കാരെ കൂടുതൽ നമ്മുടെ സ്റ്റോറിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗ വി ക്യാൻ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. അപ്പം കൂടുതൽ ആൾക്കാർ ഫാഷൻസാണ് നോക്കുന്നത്. അപ്പം നമുക്ക് മറ്റുള്ള വെറൈറ്റി ആയിട്ടുള്ള മറ്റുള്ളവരിൽ നിന്നും നമുക്ക് എങ്ങനെ ഡിഫറെൻ്റ് ആകാം, എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല സർവീസ് കൊടുത്തുകൊണ്ടും നല്ല ഫാഷൻ ഓർണമെൻറ്റ്സ് കൊടുത്തുകൊണ്ടും എങ്ങനെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് സർ ഫോർ ഷെയറിംഗ് യുവർ തോട്ട്സ്.